വെൽക്കം ടു റേസ് ഓഫ് കെമിസ്ട്രി. ഇനി നമ്മൾ പ്ലസ് ടുവിന്റെ സെക്കൻഡ് യൂണിറ്റ് ആയ സൊല്യൂഷൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. എക്സ്പ്രസിംഗ് കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂഷൻ എന്നതിനകത്തെ 6 മെത്തേഡ്സ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് 7th മെത്തേഡായ മൊളാരിറ്റിയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് വരുന്നതിന് മുൻപ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. അതായത് കമന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു കമന്റ് നമ്മളുടെ പ്രോബ്ലംസ് ചെയ്യുന്ന ടൈമിൽ ക്വസ്റ്റ്യൻസ് സ്ക്രീനിൽ കാണിക്കുകയാണെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കമന്റ്സ് ഇടുന്നുണ്ട്. അപ്പം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫോളോ ചെയ്യുന്നത് നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ആണ്. കേരള സിലബസ് ആണെങ്കിലും അതുപോലെ CBSE സ്റ്റുഡൻസിനാണെങ്കിലും ഒരു ടെക്സ്റ്റ് തന്നെയാണ് പഠിക്കാനുള്ളത്. കേരള സിലബസുകാർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് പഠിക്കുന്നു, CBSEക്കാർ അത് കളർ ടെക്സ്റ്റ് ആയിട്ട് പഠിക്കുന്നു. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഒരു ടെക്സ്റ്റ് തന്നെയാണ് NCERT ടെക്സ്റ്റ്. NCERT ടെക്സ്റ്റിനകത്തുള്ള നോട്ട്സ് ആണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ആ ടെക്സ്റ്റിലുള്ള പ്രോബ്ലംസ് ആണ് ഇതുവരെ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് എക്സസൈസ് ആയിട്ട് സൊല്യൂഷൻസ് തന്നിട്ടുള്ള പ്രോബ്ലംസും അതുപോലെ ഇൻഡെക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് സൊല്യൂഷൻ ഇല്ലാത്ത പ്രോബ്ലംസുമാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ആ ടെക്സ്റ്റ് കാണും. ആ ടെക്സ്റ്റിലുള്ള സെയിം ക്വസ്റ്റ്യൻ തന്നെ ആയതുകൊണ്ടാണ് ഞാനത് സെപ്പറേറ്റ് ആയിട്ട് സ്ക്രീനിൽ കാണിക്കാറുണ്ട്. ഇനി ആർക്കെങ്കിലും കൊറോണയൊക്കെ കാരണം ടെക്സ്റ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ ജസ്റ്റ് നിങ്ങളുടെ ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ള ചാപ്റ്റർ അതിന്റെ NCERT PDF എന്ന് പറഞ്ഞ് ചോദിച്ചാൽ മതി. ഇപ്പൊ നമ്മുടെ സോളിഡ് സ്റ്റേറ്റ് ആണെങ്കിൽ സോളിഡ് സ്റ്റേറ്റ് NCERT ടെക്സ്റ്റ് അല്ലെങ്കിൽ PDF എന്ന് പറഞ്ഞ് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടെക്സ്റ്റ് കിട്ടും. അതല്ലെങ്കിൽ സമഗ്രയില് നമ്മളുടെ +1 +2 ഒക്കെ ടെക്സ്റ്റ് ഉണ്ട്. 1ാം ക്ലാസ് മുതൽ +2 വരെയുള്ള കേരള സിലബസുകാരുടെ ടെക്സ്റ്റ് അതിനകത്ത് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എന്റെ PDF ആയിട്ട് നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പം അതിനകത്തുനിന്ന് CBSEക്കാർക്കും എടുക്കാം. +1 +2 ടെക്സ്റ്റ് സെയിം തന്നെയാണ്. അപ്പം ഒന്നുകിൽ ആ ഒരു ടെക്സ്റ്റ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ഇല്ലാത്തവര് ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കാം. ടെക്സ്റ്റ് ഉള്ളവര് ആ ക്വസ്റ്റ്യൻസ് നോക്കുക. ഇനിയും നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് ചോദിച്ചാൽ മതി. ഞാനത് കമ്മ്യൂണിറ്റിയിൽ അതിന്റെ ഇമേജ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അതുപോലെ ചില നോട്ട്സിന്റെ കാര്യത്തിൽ ക്ലാരിറ്റിയുടെ പ്രശ്നം പറയുന്നുണ്ട്. സ്ക്രീനിൽ കാണിക്കുമ്പോൾ ചില കളറൊക്കെ ആയിട്ട് ഞാൻ കൊടുക്കും, അത് വായിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് ചിലവർ കമന്റ് കൊടുത്തിട്ടുണ്ട്. ആ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ടെക്സ്റ്റിലുള്ളത് തന്നെയാണ്. വേറെ എന്തെങ്കിലും അതിപ്പോ നമ്മുടെ ടെക്സ്റ്റ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആണ് ഈ നോട്ട് പഠിക്കാൻ എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ എന്റെ ഓൺ ലാംഗ്വേജിലായിരിക്കും അല്ലെങ്കിൽ ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന നോട്ട് അതല്ലെങ്കിൽ ഏതെങ്കിലും ഗൈഡിൽ നിന്ന് എടുക്കുന്ന നോട്ട്സ് ആയിരിക്കും തരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ സ്ലൈഡിനകത്ത് അതുപോലെ ടൈപ്പ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെയുള്ള കാര്യമാണ്. അപ്പൊ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റും കൂടി എടുത്ത് വെച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് വരാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊളാലിറ്റിയെ കുറിച്ചാണ്. ഓക്കെ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മൊളാരിറ്റിയെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇത് തമ്മിൽ തെറ്റിപ്പോവരുത്. ഓക്കെ. മൊളാലിറ്റിയെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് സ്മോൾ m വെച്ചിട്ടാണ്. ഇതിനെ നമ്മൾ മോളാൽ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ. മൊളാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി സൊല്യൂട്ട് ഡിസോൾവിംഗ് അല്ലെങ്കിൽ പ്രസന്റ് ഇൻ എ 1 kilogram ഓഫ് സോൾവെന്റ്. ഓക്കെ. അപ്പം ആ ഒരു പറഞ്ഞ ടേം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കാം. മൊളാരിറ്റി നമ്മൾ പറഞ്ഞപ്പം നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1 liter ഓഫ് സൊല്യൂഷൻ ആയിരുന്നു. അവിടെ 1 ലിറ്റർ എന്നൊരു അളവും അതുപോലെ അത് മൊത്തം സൊല്യൂഷൻ എന്നൊരു രീതിയിലുമാണ് നമ്മൾ എടുത്തത്. ബട്ട് മൊളാലിറ്റി വരുമ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി സൊല്യൂട്ട് ഇൻ 1 kilogram ഓഫ് സോൾവെന്റ് ആണ് വരുന്നത്. ഓക്കെ. അപ്പൊ മൊളാലിറ്റി M is equal to number of moles of solute in 1 kilogram. 1 kilogram നിങ്ങൾക്ക് 1000 gram എന്ന് വേണമെങ്കിൽ എടുക്കാം. നമ്മളിവിടെ എടുക്കുന്നത് മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. ഓക്കെ. കിലോഗ്രാമിലാണ് നമ്മൾ എടുക്കുന്നത് മാസ് ഓഫ് സോൾവെന്റ് ഇൻ 1 kilogram. ഓക്കെ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു മൊളാരിറ്റി പറയുമ്പോൾ നമ്മൾ ഇവിടെ എടുക്കുന്ന കിലോഗ്രാമിലല്ല ലിറ്ററിലാണ്. 1 ലിറ്റർ എന്നുള്ള എമൗണ്ട് ആണ് എടുക്കുന്നത്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം അത് സോൾവെന്റും അല്ല വരുന്നത്, സൊല്യൂഷൻ ആണ്. ഓക്കെ. ഇപ്പം എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇവർ നമ്മൾ ഡിഫറൻസ് മനസ്സിലാക്കി തന്നെ നിങ്ങൾ പഠിക്കണം. ഇവിടെ ഞാൻ 1 മോളാൽ NaOH എന്ന് പറയുകയാണ്. NaOH. ഓക്കെ. 1 മോളാൽ
പറഞ്ഞു കഴിഞ്ഞാൽ 1 മോൾ NaOH ഇൻ 1 കിലോഗ്രാം ഓഫ് സോൾവെന്റ്. 1 കിലോഗ്രാം ഓഫ് സോൾവെന്റ് ഞാനിവിടെ വാട്ടർ എടുക്കുവാണ്. അപ്പം അതിനർത്ഥം 1 മോൾ NaOH, 1 മോൾ NaOH എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് 40 ഗ്രാം ആണ്. ഓക്കെ, 40 ഗ്രാം NaOH എടുക്കുക, അത് 100 ഗ്രാം വാട്ടർ അല്ലെങ്കിൽ 1 കിലോഗ്രാം വാട്ടർ എടുക്കുക, ഡിസോൾവ് ചെയ്യുക. ആ കിട്ടുന്നതാണ് നമ്മുടെ 1 മോളാർ NaOH എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം 40 ഗ്രാം NaOH എടുത്ത് 1 കിലോഗ്രാം വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നത് 1 മോളാർ NaOH. ആൻഡ് 1 മോളാർ, ക്യാപിറ്റൽ M ആണ് നമ്മൾ മൊളാരിറ്റിക്ക് വേണ്ടി റെപ്രസെന്റ് ചെയ്യുന്നത്. 1 മോളാർ NaOH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 ഗ്രാം തന്നെ NaOH. 40 ഗ്രാം NaOH എടുക്കുക, വാട്ടർ ഒഴിക്കുക, ഡിസോൾവ് ചെയ്ത് ആ ഒരു സൊല്യൂഷൻ 1 ലിറ്റർ ആക്കി എടുക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് സെപ്പറേറ്റ് നമുക്ക് മെഷർ ചെയ്തെടുക്കാം. 40 ഗ്രാം NaOH എടുത്തു, പിന്നെ 1 kg വാട്ടർ എടുത്തു, ഡിസോൾവ് ചെയ്തു. ബട്ട് നമുക്ക് ഇവിടെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇവിടെ നമ്മൾ അതുപോലെ മെഷർ ചെയ്യുന്ന ഏതെങ്കിലും, നിങ്ങൾക്ക് പ്ലസ് ടുലൊക്കെ പ്രാക്ടിക്കൽസ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ അപ്പാരറ്റസ് ഒക്കെ പരിചയപ്പെടും. അപ്പം ഇത് 40 ഗ്രാം നമ്മൾ മെഷർ ചെയ്തെടുക്കുക, അതിലേക്ക് നമ്മൾ വാട്ടർ ആഡ് ചെയ്ത് 1 ലിറ്റർ ആകുന്നത് വരെ നമ്മൾ വാട്ടർ ഒഴിച്ചു കൊടുക്കുക. എത്ര വാട്ടർ ആണ് ഒഴിക്കേണ്ടത് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഈ എടുത്തിരിക്കുന്ന ഏതാണോ സൊല്യൂട്ട് അതിനനുസരിച്ചായിരിക്കും നമ്മൾ വാട്ടർ ആഡ് ചെയ്യേണ്ടത്. അവിടെ 1 ലിറ്റർ വാട്ടർ അളന്നിട്ടല്ല നമ്മൾ ഒഴിക്കുന്നത്, ഈ സൊല്യൂഷൻ ആണ് നമുക്ക് 1 ലിറ്ററിൽ കിട്ടേണ്ടത്. ഓക്കെ, അപ്പൊ ആ ഒരു ഡിഫറൻസ് മൈൻഡിൽ വെക്കുക. ഇപ്പൊ മൊളാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൊളാലിറ്റി അഥവാ മോളാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി സൊല്യൂട്ട് ഇൻ 1 കിലോഗ്രാം ഓഫ് സോൾവെന്റ്. സൊല്യൂഷൻ അല്ല, സോൾവെന്റ് ആണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ടെക്സ്റ്റിനകത്ത് കൊടുത്തിരിക്കുന്ന ഓരോരോ പ്രോബ്ലംസ് ആയിട്ട് നോക്കാം. നിങ്ങൾ ടെക്സ്റ്റിനകത്ത് ആ ക്വസ്റ്റ്യൻസ് നോക്കുക. ടെക്സ്റ്റ് ഇല്ലാത്തവര് നമ്മുടെ ഗൂഗിളിൽ നിന്ന് അതിന്റെ PDF എടുത്തിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ഇനി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് ചോദിക്കുക, ഞാൻ ആ ക്വസ്റ്റ്യൻസ് കമ്മ്യൂണിറ്റിയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നിങ്ങളുടെ ടെക്സ്റ്റിലെ പേജ് നമ്പർ 37 ക്വസ്റ്റ്യൻ ആണ്, എക്സാമ്പിൾ 2.3. ഓക്കെ, കാൽക്കുലേറ്റ് മോളാലിറ്റി ഓഫ് 2.5 gram ഓഫ് എഥനോയിക് ആസിഡ്. ഓക്കെ, എഥനോയിക് ആസിഡ് എന്ന് പറഞ്ഞാൽ CH3COOH ആണ്, ഇൻ 75 gram ഓഫ് ബെൻസീൻ. ഓക്കെ, അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് മൊളാലിറ്റി കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. എഥനോയിക് ആസിഡ് ഇൻ ബെൻസീൻ ആണ് നമ്മുടെ സൊല്യൂഷൻ. അതിനകത്ത് എഥനോയിക് ആസിഡ് എന്ന് പറഞ്ഞാൽ 2.5 gram ആണെന്ന് തന്നിട്ടുണ്ട്. മാസ് ഓഫ് എഥനോയിക് ആസിഡ് ഇസ് ഈക്വൽ ടു 2.5. മാസ് നമുക്ക് തന്നിട്ടുണ്ട്. എഥനോയിക് ആസിഡിന്റെ മാസ് 2.5 gram. ഓക്കെ, പിന്നെ ബെൻസീന്റെ മാസ് നമുക്ക് തന്നിട്ടുണ്ട്. മാസ് തന്നെ ബെൻസീൻ C6H6 നമുക്ക് തന്നിട്ടുണ്ട് 75 gram. ഓക്കെ, നമ്മളുടെയൊക്കെ പറഞ്ഞിരിക്കുന്ന മൊളാലിറ്റി കണ്ടുപിടിക്കാനാണ്. ഇക്വേഷൻ നമ്മൾ നോക്കുക. നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി സൊല്യൂട്ട്. ഇവിടുത്തെ സൊല്യൂട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം എഥനോയിക് ആസിഡ് ആണ്, അത് 2.5 gram എന്നാണ് തന്നിരിക്കുന്നത്. നമ്മൾ ഇതിനകത്ത് ഇതിന്റെ എത്ര മോൾസ് ആണ് കണ്ടുപിടിക്കണം. ഇനി മാസ് ഓഫ് ദി സോൾവെന്റ് ഇൻ kg. ഇവിടെ നമ്മുടെ സോൾവെന്റ് C6H6 ബെൻസീൻ ആണ്, അത് 75 gram എന്നാണ് തന്നിരിക്കുന്നത്. നമുക്ക് kgയിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യുകയും ചെയ്യണം. ഇതിനുശേഷം ഈ ഒരു ഇക്വേഷനോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ മൊളാലിറ്റി കിട്ടും. ഓക്കെ, ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് മോൾസ് ഓഫ് ദി എഥനോയിക് ആസിഡ് കണ്ടുപിടിക്കാം. മോൾസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ആണ്. ഓക്കെ, അതിനുവേണ്ടി നമുക്ക് ഫസ്റ്റ് മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതുപോലെ വരുന്ന എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ മോളാർ മാസ് ആദ്യമേ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കേണ്ടതാണ്. ഓക്കെ, മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാം. മോളാർ മാസ് ഓഫ് CH3COOH is equal to, നമുക്കറിയാം ഇവിടെ 2 കാർബൺ ഉണ്ട്, 2 ഓക്സിജൻ ഉണ്ട്, 4 ഹൈഡ്രജനുമാണ് ഉള്ളത്. ഓക്കെ, അപ്പം അത് വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 2 കാർബൺ ഓക്കെ പ്ലസ് ഓക്സിജൻ 16 ആണ്, 2 ഓക്സിജൻ ഉള്ളതുകൊണ്ട് 2 into 16. ഓക്കെ, പ്ലസ് 4 ഹൈഡ്രജൻ ആണുള്ളത്, 4 into 1. ഇത് ഇത്രയും കൂടെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത് 16 gram മോൾ ഇൻവേഴ്സ് എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ,
മോളാർ മാസ് ഓഫ് CH3COOH ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 60 എന്നാണ് ആൻസർ ചെയ്യുന്നത്, ആൻസർ കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിന്റെ മോൾസ് കണ്ടുപിടിക്കാം. മോൾസ് ഓഫ് സൊല്യൂട്ട്, അതായത് മോൾസ് ഓഫ് CH3COOH. ഓക്കെ, ഇവിടെ ഗിവൺ ഗ്രാം 2.5 ആണ്. therefore 2.5 gram divided by molar mass 16 gram mole inverse. ഓക്കെ, ഇത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ അതായത് 2.5 ഗ്രാമും 60 ഗ്രാം മോൾ ഇൻവേഴ്സും കൂടെ നിങ്ങൾ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.0417 മോൾ എന്നാണ് ആൻസർ കിട്ടുന്നത്. അപ്പം ഇത് ഡിവൈഡ് ചെയ്യുക, പോയിന്റ് മാറ്റാൻ വേണ്ടി മുകളിലും താഴെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം ഇതിന്റെയൊക്കെ ഡിവിഷൻ കൂടെ കാണിച്ചു വരുമ്പോൾ ഒരുപാട് ലെങ്തി ആയിപ്പോ ജസ്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇത് ചെയ്യുമ്പോൾ മോൾസ് ഓഫ് CH3COOH നിങ്ങൾക്ക് കിട്ടുന്നത് 0.0417 മോൾ എന്ന് ആൻസർ കിട്ടും. അതായത് ഈ ഒരു പാർട്ട് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി താഴത്തെ ഭാഗം നോക്കാം. മാസ് ഓഫ് ദി സോൾവെന്റ് ഇൻ kg. ഇവിടെ നമുക്ക് ഗ്രാമിലാണ് തന്നിരിക്കുന്നത്. ഗ്രാമിനെ കിലോഗ്രാം ആക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത് നമുക്കറിയാം. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് 75 ഡിവൈഡഡ് ബൈ 1000. 75 ഡിവൈഡ് ബൈ 1000 എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം 75 into 10⁻⁻3. ഓക്കെ, കിലോഗ്രാമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തു. 75 into 10⁻⁻3, അതായത് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് 10⁻⁻3 kg. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മൊളാലിറ്റി is equal to number of moles of the solute 0.0417 divided by mass of the solvent in kg 75 into 10⁻⁻3. ഓക്കെ, 10⁻⁻3 വേണമെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ കൊണ്ടുവരാം. മുകളിൽ കൊണ്ടുവരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 3 പോയിന്റ് മാറ്റി നിങ്ങൾക്ക് പോയിന്റ് ഇടാവുന്നതാണ്. അപ്പം ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 0.556 മോളാർ. 0.556 നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ആൻസർ കൊടുത്തിട്ടുള്ളതാണ്. അപ്പം ഇത് ചെയ്യേണ്ടത് നിങ്ങൾ ഇത് സിംപ്ലിഫൈ ചെയ്യുക. അതായത് 10⁻⁻3 മുകളിൽ കൊണ്ടുവരുമ്പോൾ 10⁻³ ആകും. ഓക്കെ, അപ്പൊ അത് വെച്ച് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 1 2 3 ഇവിടെ പോയിന്റ് വരും. അതായത് 41.7 ഡിവൈഡഡ് ബൈ 75 എന്ന് കിട്ടും. 41 പോയിന്റ് മാറ്റാൻ വേണ്ടി മുകളിലും താഴെയും ഇൻറ്റു 10 ചെയ്യുക. ഡിവിഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 0.556 മോളാൽ എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അതായത് 2.5 gram of ethanoic acid in 75 gram of benzene എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സൊല്യൂഷൻ 0.556 മോളാർ സൊല്യൂഷൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻഡെക്സ് ക്വസ്റ്റ്യൻ ആട്ടെ 2.4 ക്വസ്റ്റ്യൻ നോക്കാം. ഇതും പേജ് നമ്പർ 37 തന്നെയാണ്. ഇൻഡെക്സ് ക്വസ്റ്റ്യൻ 2.4. ക്വസ്റ്റ്യൻ 2.4, കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് യൂറിയ. യൂറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NH2CO NH2 ആണ്. റിക്വയർഡ് ഇൻ മേക്കിംഗ് 2.5 kg ഓഫ് 0.25 മോളാർ അക്വസ് സൊല്യൂഷൻ. ഓക്കെ, ഇവിടെ നമ്മൾക്ക് തന്നിരിക്കുന്ന കാര്യം നമ്മുടെ സൊല്യൂഷൻ 2.5 kg ആണ് വരേണ്ടത് സൊല്യൂഷൻ. അതുപോലെ ആ ഒരു സൊല്യൂഷൻ 0.25 മോളാലുമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ എത്ര യൂറിയ എന്ന് പറഞ്ഞാൽ NH2CO NH2 എത്ര യൂറിയയാണ് ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടത്? എത്ര ഗ്രാം യൂറിയയാണ് ഈ ഒരു സൊല്യൂഷന് വേണ്ടി, അതായത് 0.25 മോളാർ സൊല്യൂഷന് വേണ്ടി ആവശ്യം? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പം ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ സൊല്യൂഷൻ, ടോട്ടൽ മാസ് ഓഫ് ദി സൊല്യൂഷൻ, മാസ് ഓഫ് സൊല്യൂഷൻ is equal to 2.5 kg. നമുക്ക് വേണ്ടത് മോളാർ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.25 മോളാർ സൊല്യൂഷൻ ആണ് വേണ്ടത്. 0.25 മോളാർ സൊല്യൂഷൻ. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മൊളാലിറ്റിയുടെ
ഇക്വേഷൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മാസ് ഓഫ് ദി സോൾവെന്റ് ആണ് വരേണ്ടത്. ഓക്കെ, പക്ഷെ ഇവിടെ മാസ് ഓഫ് ദി സൊല്യൂഷൻ ആണ് തന്നിരിക്കുന്നത്. ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ കുറച്ച് നമ്മുടെ ഒരു കണ്ടീഷൻ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിനു മുൻപ് നമുക്ക് ചെയ്യേണ്ടത് യൂറിയയുടെ മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, മോൾസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യൂറിയയുടെ മോളാർ മാസ് നമുക്ക് ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതുപോലെ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനകത്തും ആ പറയുന്ന സൊല്യൂട്ടിന്റെ മോളാർ മാസ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, യൂറിയയുടെ മോളാർ മാസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. മോളാർ മാസ് ഓഫ് യൂറിയ എടുക്കുമ്പോൾ നമുക്കറിയാം യൂറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NH2CO ആണ്. ഓക്കെ, ഇതിനകത്ത് എത്ര നൈട്രജൻ ആണ് വരുന്നത്? 2 നൈട്രജൻ, 4 ഹൈഡ്രജൻ, 1 കാർബൺ, 1 ഓക്സിജൻ. ഓക്കെ, അത് വെച്ചിട്ട് നമുക്ക് എഴുതാം 2 നൈട്രജൻ 2 × 40, 4 ഹൈഡ്രജൻ അപ്പം 4 × 1, 4 ഹൈഡ്രജൻ, 1 കാർബൺ 1 × 12 ആൻഡ് 1 ഓക്സിജൻ 1 × 60. ഓക്കെ, നൈട്രജൻ 2 എണ്ണം, therefore 2 × 40, 4 ഹൈഡ്രജൻ 4 × 1, 1 കാർബൺ 12 × 1 ആൻഡ് 1 ഓക്സിജൻ 16 × 1. ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് യൂറിയയുടെ മോളാർ മാസ് കിട്ടുന്നത് 60 ഗ്രാം മോൾ ഇൻവേഴ്സ്. ഓക്കെ, ഇത് നമ്മൾ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. യൂറിയയുടെ മോളാർ മാസ് ആണ്, ഇത് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് സോൾവെന്റ് എത്ര കിലോഗ്രാം ആണ് എന്ന് അറിയില്ല. അപ്പൊ നമ്മൾ എടുക്കേണ്ട കാര്യം, നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, നമുക്ക് കിട്ടേണ്ട സൊല്യൂഷൻ 0.25 മോളാലായിരിക്കണം. ഈ ഒരു കാര്യം നമുക്കറിയാം. അപ്പൊ നമ്മൾ എടുക്കുകയാണ് ഒരു കണ്ടീഷൻ. 1000 ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോഗ്രാം. ഓക്കെ, 1000 ഗ്രാം വാട്ടറിൽ ഈ ഒരു കണ്ടീഷൻ വെച്ച് നമുക്ക് പറയാം 1000 ഗ്രാം വാട്ടറിൽ 0.25 മോൾ യൂറിയ ആണ് ഉള്ളത്. NH2CO NH2 ആണുള്ളത്. ഓക്കെ, നമുക്കറിയാം ആ ഒരു സൊല്യൂഷൻ അത് എത്ര കിലോഗ്രാം ആണെങ്കിലും, ആ ഒരു സൊല്യൂഷൻ എത്ര തന്നെയാണെങ്കിലും അത് 0.25 മോളാൽ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇത് മോളാലാണ്. ഓക്കെ, മോളാൽ സൊല്യൂഷൻ ആണ് തന്നിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് നമ്മൾ എടുക്കുകയാണ്. 100 ഗ്രാം വാട്ടർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 0.25 മോൾ യൂറിയയാണ് ഉള്ളത്. ഓക്കെ, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. കാരണം 100 ഗ്രാം വാട്ടറിനകത്ത് 0.25 മോൾ യൂറിയ ആണെങ്കിലാണ് ആ ഒരു സൊല്യൂഷനെ നമ്മൾ 0.25 മോളാർ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ അത് വെച്ച് നമുക്ക് ഇത് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാവുന്ന കാര്യം 0.25 മോൾ യൂറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഗ്രാം ആണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അതായത് മോൾ ഈസ് ഈക്വൽ ടു ഗിവൺ ഗ്രാം ഡിവൈഡഡ് ബൈ മോളാർ മാസ് ആണ്. ഓക്കെ, ഇത് നമുക്ക് അറിയാവുന്നതാണ്. മോൾ ഈസ് ഈക്വൽ ടു ഗിവൺ ഗ്രാം ഡിവൈഡ് ബൈ മോളാർ മാസ് ആണ്. മോൾ നമുക്കറിയാം 0.25 മോൾ ആണ്. 0.25 മോൾ യൂറിയ 1000 ഗ്രാം അതല്ലെങ്കിൽ 1 കിലോഗ്രാം വാട്ടറിലാണെങ്കിലാണ് നമ്മൾ അതിനെ 0.25 മോളാർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് വെച്ച് നമ്മൾ 0.25 മോൾ ഇസ് ഈക്വൽ ടു ഗ്രാം ആണ് നമുക്ക് ആവശ്യം വേണ്ടത്. ആൻഡ് മോളാർ മാസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് 60. ഓക്കെ, ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഗ്രാം കിട്ടാൻ 0.25 × 60 ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 15 ഗ്രാം എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അതായത് 1000 ഗ്രാം H2O എടുക്കുക. അതിനകത്ത് 15 ഗ്രാം യൂറിയ ആണെങ്കിലാണ് അത് 0.25 മോളാർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സൊല്യൂഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനകത്ത് സോൾവെന്റ് ആയിട്ട് വരുന്നത് 1000 ഗ്രാമും സൊല്യൂട്ട് ആയിട്ട് വരുന്നത് 15 ഗ്രാമും യൂറിയ ആണ്. അത് വെച്ചിട്ട് നമുക്ക് 1015
ഗ്രാം സൊല്യൂഷൻ എന്ന് എടുക്കാം. ഓക്കെ, 1015 ഗ്രാം സൊല്യൂഷൻ ആണ് നമ്മുടെ 0.25 മോളാൽ സൊല്യൂഷനകത്ത് വരുന്നത്. നമ്മൾ 1000 വെച്ചിട്ടൊരു കണക്കായിട്ട് എടുത്തതാണ്. ഓക്കെ, അപ്പൊ പറഞ്ഞത് 1000 ഗ്രാം വാട്ടറിനകത്ത് 15 ഗ്രാം യൂറിയ ഡിസോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 0.25 മോളാൽ യൂറിയയാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം 1015 ഗ്രാം സൊല്യൂഷനകത്ത് നമുക്ക് ആവശ്യം യൂറിയ എത്ര ഗ്രാം ആണെന്ന് അറിയേണ്ടത്. അതുകൊണ്ട് നമുക്ക് ഗ്രാം വെച്ചിട്ട് തന്നെ എടുക്കാം. ഈ സൊല്യൂഷനകത്ത് 15 ഗ്രാം യൂറിയയാണുള്ളത്. ഇതിനകത്ത് നമുക്ക് എഴുതാം 1 ഗ്രാം സൊല്യൂഷനകത്ത് എത്ര യൂറിയ കാണും? 15/1015 ഗ്രാം യൂറിയ കാണും. ഓക്കെ, അപ്പം 1015 അതായത് 1015 ഗ്രാം സൊല്യൂഷനകത്ത് 15 ഗ്രാം യൂറിയ ഉണ്ട്. അത് വെച്ച് നമുക്ക് എഴുതാം 1 ഗ്രാം സൊല്യൂഷനകത്ത് ഇത്രയും ഗ്രാം യൂറിയയാണുള്ളത്. നമുക്ക് വേണ്ടത് 2.5 കിലോഗ്രാം സൊല്യൂഷനകത്ത് എത്ര ഗ്രാം യൂറിയയാണെന്നാണ്. 2.5 കിലോഗ്രാമിനെ നമുക്ക് എഴുതാം 2500 ഗ്രാം. ഓക്കെ, ഇവിടെ നമ്മൾ ഗ്രാമിലാണ് ചെയ്തു വരുന്നത്. അതുകൊണ്ട് 2.5 kgയെ നമുക്ക് 2500 ഗ്രാം സൊല്യൂഷനകത്ത് is equal to 15/1015 into 2500 ഗ്രാം. ഓക്കെ, 1 ഗ്രാമിനകത്ത് 15/1015 ഗ്രാം യൂറിയയാണുള്ളത്. അങ്ങനെയാണെങ്കിൽ 2500 ഗ്രാം സൊല്യൂഷനകത്ത് ഇത് 1 ഗ്രാമിന്റെയാണ്. 2500 കൂടി അതിന്റെ കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. അത്രയും ഗ്രാം യൂറിയ ആവശ്യമാണ്. ഇത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത് ഏകദേശം 36 സംതിങ് എന്നാണ് ആൻസർ കിട്ടുന്നത്. കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ 36.95 എന്ന് കിട്ടും. 36.95 ഗ്രാം. ഇതിനെ നമുക്ക് 37 ഗ്രാം എന്ന് എടുക്കാം. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ബാക്ക് സൈഡിൽ ഇതിന്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. അത് റോങ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഇത് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പൊ പറഞ്ഞത് ചെയ്തു വന്ന മോഡൽസ് നോക്കുക. ഇവിടെ നമുക്ക് സൊല്യൂഷൻ ആണ് 2.5 എന്ന് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ സോൾവെന്റ് ആയതുകൊണ്ട് ഡയറക്റ്റ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചെയ്തത് 1 കിലോഗ്രാം വാട്ടർ എടുക്കുമ്പോൾ അതിൽ 0.25 മോള് യൂറിയ ഉണ്ടെന്ന് എടുത്തു. 1 കിലോഗ്രാമിന്റെ കണക്ക് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തു വന്നത്. അതായത് അതിനകത്ത് 15 ഗ്രാം യൂറിയയാണുള്ളത്. ഇനി അത് വെച്ച് നമ്മൾ ആ സൊല്യൂഷൻ എത്രയാണ് കണ്ടുപിടിച്ചു. 0.25 മോളാർ സൊല്യൂഷൻ എന്ന് പറയുന്നത് 1000 ഗ്രാം വാട്ടറും 15 ഗ്രാം യൂറിയയും കൂടെ ചേർന്നതാണ്. അതായത് നമുക്ക് പറയാം 1015 ഗ്രാം ആണ് ആ ഒരു സൊല്യൂഷൻ. 1015 ഗ്രാം അത്രയും സൊല്യൂഷൻ എടുക്കുമ്പോൾ നമുക്ക് അതിനെ 0.25 മോളാർ സൊല്യൂഷൻ എന്ന് പറയാം. ഓക്കെ, അത് വെച്ചിട്ട് നമ്മൾ 1 ഗ്രാം സൊല്യൂഷനകത്ത് എത്ര യൂറിയ ആണെന്ന് കണ്ടുപിടിച്ചു. ആൻഡ് 2.5 kg അതിന് നമ്മൾ 2500 ഗ്രാം സൊല്യൂഷൻ എന്ന് എടുത്തു. 15/1015 into 2500 ഗ്രാം ചെയ്തപ്പോ നമുക്ക് ആൻസർ ആയിട്ട് 37 ഗ്രാം എന്ന് കിട്ടി. അതായത് 2.5 kg സൊല്യൂഷൻ 0.25 മോളാർ ആണെങ്കിൽ അതിനകത്ത് 37 ഗ്രാം അപ്രോക്സിമേറ്റ്ലി 37 ഗ്രാം യൂറിയ ഡിസോൾവ് ചെയ്തിരിക്കണം. നമുക്കിനി നെക്സ്റ്റ് ഇൻഡെക്സ് ക്വസ്റ്റ്യൻ നോക്കാം. 2.5 പേജ് നമ്പർ 37 തന്നെയാണ് ക്വസ്റ്റ്യൻ കിടക്കുന്നത്. കാൽക്കുലേറ്റ് മൊളാരിറ്റി ആൻഡ് മോൾ ഫ്രാക്ഷൻ ഓഫ് പൊട്ടാസ്യം iodide Ki if the density of the 20% of aqueous potassium iodide is 1.202 gram ml inverse. Okay, അപ്പൊ നമ്മുടെ പറഞ്ഞിരിക്കുന്നത് മൊളാരിറ്റി അതുപോലെ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനാണ്. കഴിഞ്ഞ 2 വീഡിയോകളിലായിട്ട് നമ്മൾ മൊളാരിറ്റിയെ കുറിച്ചും മോൾ ഫ്രാക്ഷനെ കുറിച്ചും ഡിസ്കസ് ചെയ്തതാണ്. പൊട്ടാസ്യം അയഡൈഡിന്റെ ആണ് മൊളാരിറ്റിയും അതുപോലെ മോൾ ഫ്രാക്ഷനും കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് തന്നിരിക്കുന്നത് ഇത് 20% മാസ് ബൈ മാസ് 20% പൊട്ടാസ്യം അയഡൈഡ് ആണ് തന്നിട്ടുണ്ട്. അതുപോലെ അതിന്റെ ഡെൻസിറ്റിയുമാണ് തന്നിട്ടുള്ളത്. ഓക്കെ,
ഇപ്പൊ നമുക്ക് ഫസ്റ്റ് ചെയ്യാവുന്ന കാര്യം, പ്രത്യേകിച്ച് സൊല്യൂട്ടിന്റെ അല്ല സോൾവെന്റിന്റെ അല്ല സൊല്യൂഷന്റെ ഒന്നും വെയിറ്റ് ഒന്നും തന്നിട്ടില്ല. ആകെ തന്നിരിക്കുന്നത് 20% ആണെന്ന് മാത്രമാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു എമൗണ്ട് ഒരു അളവ് എടുത്തിട്ട് ചെയ്യുന്നതാണ്. ഇതുപോലത്തെ പ്രോബ്ലം നമ്മൾ നേരത്തെയും ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് പൊട്ടാസ്യം അയോഡൈഡിന്റെ മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, മോളാർ മാസ് ഓഫ് പൊട്ടാസ്യം അയോഡൈഡ് ഇസ് ഈക്വൽ ടു, ഇവിടെ പൊട്ടാസ്യത്തിന്റെ GAM ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ 39 ആണ്, 39. അതുപോലെ അയഡിന്റെ വരുന്നത് 127 ആണ്. നിങ്ങൾ ഇത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ആൻഡ് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 166 ഗ്രാം മോൾ ഇൻവേഴ്സ് എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ മോളാർ മാസ് ഓഫ് പൊട്ടാസ്യം അയോഡൈഡ് വരുന്നത് 166 ഗ്രാം മോൾ ഇൻവേഴ്സ് എന്നാണ് ആൻസർ കിട്ടുന്നത്. ഓക്കെ, ഫസ്റ്റ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ മൊളാലിറ്റി ആണ്. മൊളാലിറ്റി ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ടത് മോൾസ് ഓഫ് ദി സൊല്യൂട്ട് വേണം. അതുപോലെ മാസ് ഓഫ് ദി സോൾവെന്റ് ഇൻ kg കിലോഗ്രാമിലും വേണം. അത് ചെയ്യാൻ വേണ്ടി നമുക്ക് ഫസ്റ്റ് ചെയ്യാവുന്ന കാര്യം, നമ്മൾ എടുക്കുകയാണ് ആ ഒരു സൊല്യൂഷൻ 100 ഗ്രാം ആണെന്ന് വിചാരിക്കുക. 100 ഗ്രാം ആണ് ആ ഒരു സൊല്യൂഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിട്ടുണ്ട് ഇത് 20% പൊട്ടാസ്യം അയോഡൈഡ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എടുക്കാം ഇവിടെ 20 ഗ്രാം പൊട്ടാസ്യം അയോഡൈഡും 80 ഗ്രാം വാട്ടറുമാണ് ഉള്ളത്. ഓക്കെ, പ്രത്യേകിച്ച് നമുക്ക് എമൗണ്ട് ഒന്നും തന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ എടുക്കാം. 100 ഗ്രാം ആണ് സൊല്യൂഷൻ, 20 ഗ്രാം പൊട്ടാസ്യം അയോഡൈഡ് ആണുള്ളത്, 80 ഗ്രാം വാട്ടറുമാണുള്ളത്. ഇത് നമുക്ക് അതിനകത്തുനിന്ന് എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം മോൾസ് ഓഫ് ദി സൊല്യൂട്ട് വേണം. മോൾസ് ഓഫ് ദി സൊല്യൂട്ട്, മൊളാലിറ്റി കണ്ടുപിടിക്കാൻ ആദ്യം മോൾസ് ഓഫ് ദി സൊല്യൂട്ട് ആണ് വേണ്ടത്. മോൾസ് നമുക്ക് കണ്ടുപിടിക്കാം. മോൾസ് ഓഫ് പൊട്ടാസ്യം അയോഡൈഡ് ഈസ് ഈക്വൽ ടു, അതിന്റെ ഗ്രാം ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, 20 ഗ്രാം. ആൻഡ് മോളാർ മാസ് നമുക്കറിയാം 166 ഗ്രാം മോൾ ഇൻവേഴ്സ്. ഓക്കെ, ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 20 ഡിവൈഡ് ബൈ 166 നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ഏകദേശം 0.120 മോൾ എന്ന് ആൻസർ കിട്ടും. ഓക്കെ, 0.120 മോൾ. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടി മോൾസ് ഓഫ് ദി സൊല്യൂട്ട് കിട്ടി 0.120 മോൾ. ഓക്കെ, ദെൻ മാസ് ഓഫ് ദി സോൾവെന്റ് ഇൻ kg ആണ് വേണ്ടത്. നമുക്കറിയാം ഇവിടെ നമ്മുടെ സോൾവെന്റ് എന്ന് പറഞ്ഞാൽ 80 ഗ്രാം ആണ്. 80 ഗ്രാം ഇതിനെ നമുക്ക് കിലോഗ്രാമിലേക്ക് മാറ്റണം. 80 ഗ്രാം എങ്ങനെ കിലോഗ്രാമിലേക്ക് മാറ്റുന്നത് നിങ്ങൾക്കറിയാം. 80 ഡിവൈഡഡ് ബൈ 1000 ആണ് ചെയ്യുന്നത്. ഓക്കെ, 80 ഡിവൈഡ് ബൈ 1000 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 80 ഡിവൈഡഡ് ബൈ 1000. പോയിന്റ് മാറ്റുക 1, 2, 3. അപ്പൊ നിങ്ങൾക്ക് 0.08 എന്ന് ആൻസർ കിട്ടും. 0.08 കിലോഗ്രാം സോൾവെന്റ് ആണ് വരുന്നത്. ഇനി നമുക്ക് മൊളാലിറ്റി കണ്ടുപിടിക്കാം. മൊളാലിറ്റി ഇസ് ഈക്വൽ ടു 0.120 മോൾസ് ഓഫ് ദി സൊല്യൂട്ട് നമുക്ക് 0.120 എന്നെടുക്കാം. ആൻഡ് 0.08. ഓക്കെ, മാസ് ഓഫ് ദി സോൾവെന്റ് ഇൻ kg ആണ്. മാസ് ഓഫ് ദി സോൾവെന്റ് ഇൻ kg നമുക്ക് 0.08 എന്നെടുക്കാം. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ 1.506 മോളാർ. ഓക്കെ, നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കുക. ഇവിടെ മുകളില് നമ്മുടെ പോയിന്റിന് ശേഷം 3 ഡിജിറ്റ് ആണുള്ളത്. അപ്പൊ മുകളിലും താഴെയും നിങ്ങൾ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതിനുശേഷം ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1.506 മോളാർ എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, അതായത് 20% പൊട്ടാസ്യം അയോഡൈഡ് എന്ന് പറയുന്നത് 1.506 മോളാർ ആണ്. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യാം. മൊളാരിറ്റി. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മൊളാരിറ്റിയെ കുറിച്ച് ഡിസ്കസ് ചെയ്തായിരുന്നു. മൊളാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോൾസ് ഓഫ് ദി സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദി സൊല്യൂഷൻ ഇൻ ലിറ്റർ. ഓക്കെ, നമ്മൾ നേരത്തെ എടുത്തത് കൂട്ട് തന്നെ ഈ പറഞ്ഞ 100 ഗ്രാം ആണ് സൊല്യൂഷൻ എന്ന് വിചാരിക്കുക. 100 ഗ്രാം. ഓക്കെ, അതിൽ 20 ഗ്രാം നമ്മുടെ പൊട്ടാസ്യം അയോഡൈഡ് ഉണ്ടായിരുന്നു, 80 ഗ്രാം വാട്ടറുമാണ്. ഓക്കെ, പക്ഷെ നമുക്ക് അതിന്റെ വോളിയം, ആ സൊല്യൂഷൻ എത്ര വോളിയം ആണെന്ന് അറിയില്ല.
അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ വോളിയം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് തന്നിരിക്കുന്നത്. അതിന്റെ ഡെൻസിറ്റി തന്നിട്ടുണ്ട്. ഓക്കെ, 20% പൊട്ടാസ്യം അയഡൈഡ് ഡെൻസിറ്റി തന്നിട്ടുണ്ട് 1.202. ഓക്കെ, അതിന്റെ ഡെൻസിറ്റി തന്നിരിക്കുന്നത് 1.202 ഗ്രാം ml ഇൻവേഴ്സ് ഡെൻസിറ്റി നമുക്ക് വോളിയം കണ്ടുപിടിക്കാൻ വേണ്ടി തന്നിട്ടുണ്ട്. അതായത് നമുക്കറിയാം ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ്. ഈക്വേഷനിൽ നമുക്ക് എഴുതാം വോളിയം ഈസ് ഈക്വൽ ടു മാസ് ബൈ ഡെൻസിറ്റി. ഓക്കെ, ഡെൻസിറ്റി. ഈ സൊല്യൂഷന്റെ ഡെൻസിറ്റി നമുക്ക് ക്വസ്റ്റ്യൻ അത് തന്നിട്ടുണ്ട് 1.202. ഓക്കെ, ആൻഡ് ഈ ഒരു സൊല്യൂഷന്റെ മാസ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ആ ഒരു സൊല്യൂഷൻ 100 ഗ്രാം ആണെന്നാണ്. therefore ഇവിടെ മാസിന്റെ പ്ലേസിൽ നമുക്ക് 100 ഗ്രാം എന്ന് കൊടുക്കാം. ആൻഡ് ഡെൻസിറ്റി നമുക്ക് ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്, അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് വോളിയം ഈസ് ഈക്വൽ ടു മാസ് 100 ഗ്രാം ആൻഡ് ഡെൻസിറ്റി നമുക്കറിയാം 1.202 ഗ്രാം ml ഇൻവേഴ്സ്. ഓക്കെ, ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ 100 ഡിവൈഡ് ബൈ 1.202 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 83.19 ml. ഓക്കെ, ഇതിനകത്തു നമുക്ക് വോളിയം കിട്ടും. ആ ഒരു സൊല്യൂഷന്റെ വോളിയം നമുക്ക് കിട്ടുന്നത് 83.19 ml എന്നാണ്. ഓക്കെ, പിന്നെ നമ്മൾ ചെയ്തത് നമ്മൾ ആ ഒരു സൊല്യൂഷൻ 100 ഗ്രാം എന്നായിരുന്നു എടുത്തിരുന്നത്. ആൻഡ് ഇവിടെ മാസിന്റെ ഇവിടെ നമ്മൾ 100 ഗ്രാം എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആൻഡ് ഡെൻസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്, അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് 83.19 ml എന്ന് ആൻസർ കിട്ടി. ഓക്കെ, നമുക്കിനി ക്വസ്റ്റ്യനിലേക്ക് വരാം. നമുക്ക് മൊളാരിറ്റി ആയിരുന്നു കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. മൊളാരിറ്റി ഈസ് ഈക്വൽ ടു മോൾസ് ഓഫ് ദി സൊല്യൂട്ട് ഡിവൈഡ് ബൈ വോളിയം ഓഫ് ദി സൊല്യൂഷൻ ഇൻ ലിറ്റർ ആണ്. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ മൊളാരിറ്റി കാൽക്കുലേറ്റ് ചെയ്തപ്പോഴും ഈ ഒരു സൊല്യൂഷന്റെ മോൾസ് ഓഫ് ദി സൊല്യൂട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. ആ സെയിം വാല്യൂ തന്നെ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അവിടെ നമ്മൾ 20% പൊട്ടാസ്യം അയഡൈഡ് തന്നെയായിരുന്നു, 100 ഗ്രാം ആണ് എടുത്തത്. അവിടുത്തെ മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്തതിന് ഡിഫറൻസ് ഒന്നുമില്ല. അതുകൊണ്ട് മോൾസ് ഓഫ് ദി സൊല്യൂട്ട് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ കണ്ടുപിടിച്ചത് കൂട്ട് തന്നെ നമുക്ക് ഇവിടെയും എടുക്കാവുന്നതാണ്. ഓക്കെ, ആൻഡ് വോളിയം ഓഫ് ദി സൊല്യൂഷൻ ഇൻ ലിറ്റർ ആണ്. നമുക്ക് ഇവിടെ കിട്ടിയ വാല്യൂ മില്ലി ലിറ്ററിനുള്ള വാല്യൂ ആണ്. ഇതിനെ നമുക്ക് ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഇവിടെ മില്ലി ലിറ്ററിനെ ലിറ്റർ ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ഓക്കെ, therefore ഇത് 83.19 into 10⁻³ ലിറ്റർ എന്ന് കിട്ടും. ഓക്കെ, 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലെങ്കിൽ ഇൻറ്റു 10⁻³ ഓക്കെ, ഇനി നമുക്ക് ഈ വാല്യൂസ് ഒക്കെ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മൊളാരിറ്റി ഈസ് ഈക്വൽ ടു മോൾസ് ഓഫ് ദി സൊല്യൂട്ട്. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. നമുക്ക് മോൾസ് ഓഫ് ദി സൊല്യൂട്ട് കിട്ടിയത് 0.120 ആയിരുന്നു മോൾസ് ഓഫ് ദി സൊല്യൂട്ട്. ആൻഡ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദി സൊല്യൂഷൻ ഇൻ ലിറ്റർ ചെയ്യുമ്പോൾ നമുക്ക് 83.19 into 10⁻³ എന്ന് കിട്ടും. ഓക്കെ, ആൻഡ് ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് മൊളാരിറ്റി കിട്ടും. നമുക്ക് ഇവിടെ കിട്ടുന്നത് 1.45 മോളാർ. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്തത് നമുക്ക് മൊളാരിറ്റി ആയിരുന്നു കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. മൊളാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ മോൾസ് ഓഫ് ദി സൊല്യൂട്ട് ഡിവൈഡ് ബൈ വോളിയം ഓഫ് ദി സൊല്യൂഷൻ ഇൻ ലിറ്റർ ആയിരുന്നു. ആൻഡ് നമ്മൾ ഫസ്റ്റിലെ നമുക്ക് ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ടായിരുന്നു അതിന്റെ ഡെൻസിറ്റി വെച്ച് നമ്മൾ ഫസ്റ്റ് അതിന്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യും. ഇവിടെ നമുക്ക് വോളിയം ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ടായിരുന്നില്ല. അത് വെച്ച് നമ്മൾ വോളിയത്തിനെ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തു. വോളിയത്തിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ മാസ് ബൈ ഡെൻസിറ്റി ആണ് എടുത്തത്. ഈ ഒരു സൊല്യൂഷന്റെ മാസ് എന്ന് പറഞ്ഞാൽ 100 ഗ്രാം ആണ്. ആൻഡ് ഡെൻസിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് മില്ലി ലിറ്ററിനുള്ള വാല്യൂ ആയിട്ട് ഇതിനെ കിട്ടും 83.19. ഇതിനെ ലിറ്ററിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ആൻഡ് മോൾസ് ഓഫ് ദി സൊല്യൂട്ട് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ കാൽക്കുലേറ്റ് ചെയ്തതാണ്, അത് തന്നെയാണ് ഇവിടെ വരുന്നത്. ദെൻ മൊളാരിറ്റി ഈസ് ഈക്വൽ ടു മോൾസ് ഓഫ് ദി സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യാം. ലിറ്ററിലുള്ള വാല്യൂ ആണിത്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 1.45 മോളാർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇതിനെ നമുക്ക് മോളാർ എന്ന് വേണമെങ്കിൽ എടുക്കാം. അതല്ലെങ്കിൽ നമുക്കറിയാം ഇവിടെ മോൾസ് ആൻഡ് ഈ വാല്യൂ വരുന്നത് ലിറ്ററിലാണ് വരുന്നത്. therefore മോൾ ലിറ്റർ ഇൻവേഴ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു വാല്യൂവിനെ എടുക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് മോൾ ഫ്രാക്ഷനിലേക്ക് പോവാം.
മോൾ ഫ്രാക്ഷൻ ഓഫ് പൊട്ടാസ്യം അയോഡൈഡ് നോക്കാം. മോൾ ഫ്രാക്ഷൻ ഓഫ് പൊട്ടാസ്യം അയോഡൈഡ് നമുക്ക് ചെയ്യാൻ വേണ്ടി മോൾസ് ഓഫ് പൊട്ടാസ്യം അയോഡൈഡ് ഡിവൈഡഡ് ബൈ മോൾസ് ഓഫ് പൊട്ടാസ്യം അയോഡൈഡ് പ്ലസ് മോൾസ് ഓഫ് വാട്ടർ ആണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഇത് ചെയ്യാൻ വേണ്ടി നമുക്ക് ഓരോ മോൾസ് ഓഫ് പൊട്ടാസ്യം അയോഡൈഡും കണ്ടുപിടിക്കണം, മോൾസ് ഓഫ് വാട്ടറും കണ്ടുപിടിക്കണം. ഓക്കെ, മോൾസ് ഓഫ് പൊട്ടാസ്യം അയോഡൈഡ് ചെയ്യാൻ വേണ്ടി നമുക്കറിയാം മോളാർ മാസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് 166 എന്ന് നമുക്ക് കിട്ടിയിരുന്നു. ഓക്കെ, ഇനി നമുക്കറിയാം പൊട്ടാസ്യം അയോഡൈഡ് നമ്മുടെ സൊല്യൂഷൻ 100 ഗ്രാം എന്നായിരുന്നു എടുത്തത് ആൻഡ് അതിനകത്ത് 20 ഗ്രാം ആണ് പൊട്ടാസ്യം അയോഡൈഡ് ഉണ്ടായിരുന്നത്. അത് വെച്ച് നമ്മൾ മോൾസ് കാൽക്കുലേറ്റ് ചെയ്താണ് 20 ഡിവൈഡഡ് ബൈ 166 നമ്മൾ ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് മോൾസ് ഓഫ് പൊട്ടാസ്യം അയോഡൈഡ് ഇസ് ഈക്വൽ ടു 20 divided by 166 is equal to 0.120 മോൾ എന്ന് നമുക്ക് ആൻസർ കിട്ടി. 0.120 മോൾസ് ഓഫ് ദി പൊട്ടാസ്യം അയോഡൈഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് മോൾസ് ഓഫ് വാട്ടർ. മോൾസ് ഓഫ് വാട്ടർ. ഓക്കെ, മോൾസ് ഓഫ് വാട്ടർ നമ്മൾ ചെയ്യുന്നത് വാട്ടർ നമുക്കറിയാം 80 ഗ്രാം ആണുള്ളത്. സൊല്യൂഷൻ 100 ഗ്രാം, 20 gram potassium iodide, 80 gram water. Therefore, given gram 80 divided by molar mass of water. Molar mass of water നമുക്കറിയാം 18 ആണ്. ഓക്കെ, മോൾസ് കണ്ടുപിടിക്കുന്നത് ഗിവൺ ഗ്രാം ഡിവൈഡഡ് ബൈ മോളാർ മാസ് ആണ്. അത് വെച്ചിട്ട് മോൾസ് ഓഫ് ദി വാട്ടർ നമ്മൾ ചെയ്യുമ്പോൾ 80 ഗിവൺ ഗ്രാം 80 ആണ്, ഡിവൈഡഡ് ബൈ മോളാർ മാസ് നമ്മുടെ 18 ആണ്. അത് ചെയ്യുമ്പോൾ നമുക്ക് 4.44 മോൾ എന്ന് ആൻസർ കിട്ടും. 4.44 മോൾസ്. ഇനി നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മോൾ ഫ്രാക്ഷൻ ഓഫ് പൊട്ടാസ്യം അയോഡൈഡ് ഈസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് പൊട്ടാസ്യം അയോഡൈഡ് ഈസ് ഈക്വൽ ടു മോൾസ് ഓഫ് പൊട്ടാസ്യം അയോഡൈഡ് 0.120 divided by moles of potassium iodide 0.120 plus moles of water 4.44. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ 0.120 ഇത് രണ്ടും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 65.4. ഓക്കെ, 0.120 ഡിവൈഡ് ബൈ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 4.56 എന്ന് ആൻസർ കിട്ടും. അത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 0.0263 ഇത്രയാണ് മോൾ ഫ്രാക്ഷൻ ആയിട്ട് ആൻസർ കിട്ടുന്നത്. ഓക്കെ, സിമ്പിൾ ആണ്. മോൾ ഫ്രാക്ഷൻ ഓഫ് പൊട്ടാസ്യം അയോഡൈഡ് ചെയ്യാൻ മോൾസ് ഓഫ് ദി പൊട്ടാസ്യം അയോഡൈഡ് ഡിവൈഡ് ബൈ മോൾസ് ഓഫ് ദി പൊട്ടാസ്യം അയോഡൈഡ് പ്ലസ് മോൾസ് ഓഫ് ദി വാട്ടർ ആണ്. ഇത് രണ്ടും നമ്മൾ സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഈ ഒരു ഇക്വേഷനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മോൾസ് ഓഫ് ദി പൊട്ടാസ്യം അയോഡൈഡ് മോൾ ഫ്രാക്ഷൻ ഓഫ് ദി പൊട്ടാസ്യം അയോഡൈഡ് കണ്ടുപിടിക്കാൻ മോൾസ് ഓഫ് ദി പൊട്ടാസ്യം അയോഡൈഡ് ഡിവൈഡഡ് ബൈ മോൾസ് ഓഫ് ദി പൊട്ടാസ്യം അയോഡൈഡ് പ്ലസ് മോൾസ് ഓഫ് ദി വാട്ടർ ചെയ്യുക. അപ്പൊ നമുക്ക് മോൾ ഫ്രാക്ഷൻ ഓഫ് ദി പൊട്ടാസ്യം അയോഡൈഡ് 0.0263 എന്ന ആൻസർ കിട്ടും. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്, സെയിം മോഡലിൽ തന്നെയാണ്. ഇത് ഇത്രയുമാണ് നമ്മൾക്ക് ആ ഒരു ടെക്സ്റ്റിനകത്ത് എക്സ്പ്രസിംഗ് കോൺസെൻട്രേഷൻ ഓഫ് ദി സൊല്യൂഷനകത്ത് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. നിങ്ങളുടെ ഇൻഡെക്സ് ക്വസ്റ്റ്യനകത്തും ഓൾറെഡി സൊല്യൂഷൻസ് ഉള്ള എക്സസൈസിനകത്തുള്ള പ്രോബ്ലംസ് ഫുള്ള് നമ്മൾ ചെയ്തു. ഈ സെയിം മോഡൽസിലെ ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് വരുന്നത്. ഇതിനകത്തായാലും ഹാർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വരത്തില്ല. അപ്പം ഈ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കുക. ഇതിനകത്ത് ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് താഴെ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. ഡിവിഷൻ ഒക്കെ കൂടുതലും ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും. അതുകൊണ്ടാണ് ഇതുപോലെ എഴുതുന്നത്. അപ്പം ഇതിനകത്ത് ഏതെങ്കിലും ഒരു കാൽക്കുലേഷൻ ഡൗട്ട് ഉണ്ടെങ്കിൽ അതും താഴെ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. കൂടുതൽ കെമിസ്ട്രി റിലേറ്റഡ് ടോപ്പിക്കിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.